നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതി ബൈജുവിന്റെ മൊഴി വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഭാര്യ വൈഷ്ണയ്ക്ക് രഹസ്യ ഫോൺ ഉണ്ടായിരുന്നുവെന്നും അത് കഴിഞ്ഞ ദിവസം രാത്രി ബൈജു കണ്ടെത്തിയെന്നുമാണ് പറയുന്നത്. വാട്സ്ആപ്പ് ചാറ്റിൽ വിഷ്ണുവുമായുള്ള അടുപ്പം വ്യക്തമായെന്നും മൊഴിയിലുണ്ട്. തുടർന്ന് ഇരുവരും തമ്മിൽ ഇതേ ചൊല്ലി വഴക്കുണ്ടായി. അക്രമം ഭയന്ന വൈഷ്ണവ സുഹൃത്ത് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിക്കയറി. ഇവിടെ വെച്ചായിരുന്നു ഇരുവരെയും ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടിനെ ഞെട്ടിച്ച കൊലപാതകമുണ്ടായത് കലഞ്ഞൂർ പാടത്താണ്. 27-കാരിയായ വൈഷ്ണ, 34-കാരനായ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ വൈഷ്ണയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമെന്ന് സംശയിച്ചാണ് ഭർത്താവ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വഴക്കിനെ തുടർന്ന് ഓടി വിഷ്ണുവിനെ വീട്ടിലെത്തിയ വൈഷ്ണയെ ബൈജു സിറ്റ് ഔട്ടിലിട്ട് വെട്ടുകയായിരുന്നു. വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടി വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ വിഷ്ണുവിനെ പ്രതി ആക്രമിക്കുകയും ചെയ്തു. വൈഷ്ണ സംഭവ സ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്കുള്ള യാത്രയിലൂടെയാണ് മരിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കൊലപാതകം നടന്നത്. ഭാര്യയും വിഷ്ണു തമ്മിൽ ബന്ധമുണ്ടെന്ന് ബൈജുവിന് സംശയമുണ്ടായിരുന്നു. വഴക്കിനെ തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് വൈഷ്ണവിയെ വെട്ടിയത്. തൊട്ടു പിന്നാലെ തന്നെ വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ബൈജു ആക്രമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. വിഷ്ണുവിന്റെ വാടക വീടിന്റെ മുന്നിലിട്ടാണ് രണ്ടുപേരെയും ബൈജു ആക്രമിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി മരിച്ചു. വിഷ്ണുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ഞായറാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് ആക്രമണം നടന്നത്. ആക്രമണം നടത്തിയ ശേഷം ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. സുഹൃത്തുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഫോണിൽ കണ്ട വാട്സ്ആപ്പ് മെസ്സേജിനെ ചൊല്ലിയുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ വാട്സ്ആപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു. കയ്യിൽ വാക്കത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവി പുറത്തേക്ക് വിളിച്ചുവെങ്കിലും ഇറങ്ങിച്ചെന്നില്ല. തുടർന്ന് വലിച്ചിറക്കി മുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു. തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിനെയും വെട്ടി. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെ വിളിച്ച് താൻ ഭാര്യയും സുഹൃത്തിനെയും വെട്ടിയെന്ന വിവരം അറിയിക്കുകയായിരുന്നു. കൂടുതൽ പോലീസ് എത്തിയപ്പോൾ അനുസരണയോടെ പോലീസിനൊപ്പം പോവുകയും ചെയ്തു. നായർ സമുദായത്തിൽപ്പെട്ട വൈഷ്ണവിയെ ഇടവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇവർക്ക് 10ഉം 5ഉം വയസ്സുമുള്ള 2 കുട്ടികളാണുള്ളത്. വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ്. അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിഷ്ണുവും ബൈജുവും ആശാരിപ്പണിക്കാരാണ്. ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു. ബൈജു നിലവിൽ കൂടൽ സ്റ്റേഷനിലാണുള്ളത്. ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചു തന്നെയാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിലും പറയുന്നത്. ഇരുവരുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലും ഇന്ന് നടക്കും. സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകം കണ്ട ഞെട്ടലാണ് കലഞ്ഞൂർ വാസികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.